ഹലോ ഗൈസ്, അപ്പൊ സ്കൂളൊക്കെ തുറന്നു. നെക്സ്റ്റ് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം വരുമ്പോഴത്തേനും എങ്ങനെയാണ് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാം. കുറെ കാലമായില്ലേ നിങ്ങൾ പറയുന്ന ടിപ്സ് തന്നെ പഠിക്കുന്നത്. ഇനി ഈ ഒരു 5 ടിപ്സ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സ് ആണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഉടനെ തന്നെ ടൈം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് പോകാം. സോ ടിപ്പ് നമ്പർ 1 ആണ് യൂസ് ആക്റ്റീവ് റീകോൾ എന്നുള്ളത്. അതായത് നിങ്ങൾ പഠിക്കുന്ന പാറ്റേൺ ഒന്ന് ചേഞ്ച് ചെയ്യുക. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളെ കണ്ടിന്യൂസ്ലി വീണ്ടും 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 വായിച്ച് പഠിച്ചിട്ട് അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യുക, പുസ്തകം അടച്ചിട്ട് പോകും. ഇത് ചെയ്യുന്നതിന് പകരം ഒരു 5 മിനിറ്റ് ആണ് നിങ്ങൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ 10 മിനിറ്റ് ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അതിനുശേഷം ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചതിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതായത് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്, ഫോർ എക്സാമ്പിൾ ഒരു മാത്സ് ആണ്. മാത്സ് നമുക്കറിയാം വായിച്ച് പഠിച്ചിട്ട് കാര്യമില്ല, ചെയ്ത് പഠിച്ചിട്ടാണ് കാര്യമുള്ളത്. പക്ഷെ അതിലുള്ള കുറച്ച് ഇക്വേഷൻസ് ഉണ്ടാവും. ഇക്വേഷൻസിന് നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ മാത്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യൂബ് റൂട്ട്, അതുപോലെ തന്നെ സ്ക്വയർ റൂട്ട്, അതുപോലെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ഇപ്പോൾ ട്രയാങ്കിളിൻ്റെ ആയാലും സർക്കിളിൻ്റെ ആയാലും ഏരിയ പെരിമീറ്റേഴ്സ് ആയാലും ഇതൊക്കെ നമ്മൾ എഴുതി തന്നെയാണ് പഠിക്കുന്നത്. ഈ പഠിച്ച കാര്യങ്ങൾ നിങ്ങളൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ പഠിച്ചതിൽ എത്രയൊക്കെ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കും. ഇനി നമുക്ക് ടിപ്പ് നമ്പർ 2 നോക്കാം. ടീച്ച് വാട്ട് യു ലേൺ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ എന്താണോ പഠിപ്പിക്കുന്നത്, നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതും ഏത് രീതിയിലാണ്, നിങ്ങളൊരു ചെറിയ കുട്ടീനെ പഠിപ്പിക്കുന്ന രീതിയിൽ പഠിപ്പിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും സിബ്ലിങ്സ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ, സപ്പോർട്ടീവ് ആയിട്ടുള്ള സിബ്ലിങ്സ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരെ പിടിച്ചിരുത്തുക. അവർക്ക് കൊച്ചു കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ എങ്ങനെയാ പറയാ, ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഇപ്പോൾ ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാമർ പാർട്ടാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതെങ്കിൽ ഷോൾ ഇവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഐ ഷോൾ ഡു ദാറ്റ്, ഐ വിൽ ഡു ദാറ്റ്, ഇങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത് നമ്മൾ എക്സാമ്പിൾ സഹിതം ചെറിയ കുട്ടീനെ പഠിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ആ പറഞ്ഞു കൊടുത്ത കാര്യം അവർക്ക് തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ കോൺസെപ്റ്റ് ക്ലിയർ ആണ്, നിങ്ങൾ പഠിപ്പിച്ചത് കൊണ്ട് അവർക്കത് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ശരിയായ രീതിയിൽ മനസ്സിലായിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ സിബ്ലിങ്സോ മറ്റാരോ ഇല്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വിഷമിക്കേണ്ട. ജസ്റ്റ് ഒന്ന് മിററിന്റെ അടുത്ത് പോയിരിക്കുക. നിങ്ങൾക്ക് സ്റ്റുഡൻ്റ് ആയിട്ട് നിങ്ങളെ തന്നെ കാണുക. എന്നിട്ട് കണ്ണാടിയിൽ നോക്കി മാക്സിമം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. തിരിച്ച് നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുക, അതിന് ആൻസർ ചെയ്യുക. ആ രീതിയിലുള്ള ഒരു പാറ്റേൺ ഫോളോ ചെയ്താൽ നല്ല രീതിയിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് ബ്രേക്ക് യുവർ സ്റ്റഡി ടൈം ഇൻടു ചങ്ക്സ് എന്നുള്ളതാണ്. ചങ്ക്സ് എന്ന് പറയുന്നത് മച്ചാനല്ല കേട്ടോ, ചെറിയ ചെറിയ പീസ് ആക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ പഠിക്കുന്നത് ഇപ്പോൾ 1 അവർ ആണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും ടഫുള്ള സബ്ജക്റ്റ് ആണ് പഠിക്കുന്നതെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഫിസിക്സ് ആണ് നിങ്ങൾക്ക് ടഫ് ഉള്ളത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സബ്ജക്റ്റ് ആണ് ടഫ് ഉള്ളത്. ആ ടഫുള്ള സബ്ജക്റ്റ് ആണ് നിങ്ങളെടുത്ത് പഠിക്കുന്നതിൽ കണ്ടിന്യൂസ് 1 അവർ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ 1 അവറിൽ ആകെ 20 മിനിറ്റ്സ് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ബാക്കി സമയം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വെറുതെ മറ്റ് ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഇതിന് നമ്മൾ കട്ട് ചെയ്യാം. എങ്ങനെ, ഈ 1 അവറിന് നമുക്ക് 60 മിനിറ്റ്സ് ആണല്ലോ, അതിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 4 പ്രാവശ്യമായിട്ടോ 3 പ്രാവശ്യമായിട്ടോ കട്ട് ചെയ്യാം. 20 മിനിറ്റ് 20 മിനിറ്റ് 20 മിനിറ്റ് ആയിട്ട് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ 15 15 15 ഇങ്ങനെയാകുമ്പോൾ 45 മിനിറ്റ്. ബാക്കി 15 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, റെസ്റ്റ് ടൈം കൊടുക്കുക. ഒരു 15 മിനിറ്റ് പഠിച്ചിട്ട് 5 മിനിറ്റ് റെസ്റ്റ്, പിന്നെ ഒരു 15 മിനിറ്റ് പഠിച്ചിട്ട് 5 മിനിറ്റ് റെസ്റ്റ്. അപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻസിനനുസരിച്ചും അതുപോലെ പഠിക്കാനുള്ള സബ്ജക്റ്റിനനുസരിച്ചും നിങ്ങൾ ഈ ടൈമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇപ്പം 20 മിനിറ്റ് എടുത്ത് പഠിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിന് ചെറിയ ചെറിയ പീസാക്കുക. 2 മണിക്കൂർ എടുത്ത് പഠിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിനെയും പീസാക്കുക. അപ്പോൾ ഈ ചെറിയ ചങ്ക്സ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ ഒരു റെസ്റ്റ് ടൈം കിട്ടുകയും ചെയ്യും. നെക്സ്റ്റ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്നും കൂടെ എൻഗേജിങ് ആയിട്ടുള്ള രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വലിയ ലോങ് ഡ്യൂറേഷനിൽ പഠിക്കുന്നതിന് പകരം ഇതിന് ചങ്ക്സ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങളെ മെമ്മറിയിൽ നിൽക്കും. ടിപ്പ് നമ്പർ 4 ആണ് യൂസ് വിഷ്വൽ എയ്ഡ്സ് എന്നുള്ളത്. വിഷ്വൽ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയാം. നിങ്ങളിപ്പോൾ ഹിസ്റ്ററി ആണ് പഠിക്കുന്നതെങ്കിൽ അതിൽ മാപ്സ് വരുന്നുണ്ട്. ആ മാപ്പിന് നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ സ്ട്രക്ചർ ചെയ്തിട്ട് മാപ്പ് കൊടുക്കുക. അതുപോലെ തന്നെ ജോഗ്രഫി ആണെന്നുണ്ടെങ്കിലും മാപ്സ് വരുന്നുണ്ട്. ഹിസ്റ്ററിയിലും ജോഗ്രഫിയിലൊക്കെ മാപ്സ് അടയാളപ്പെടുത്താൻ വരുന്നുണ്ട്. മാത്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചില ഡയഗ്രംസ് വരുന്നുണ്ട്. മറ്റ് ബയോളജി പോലത്തെ സബ്ജക്റ്റുകളാണെങ്കിലും ഡയഗ്രംസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഡയഗ്രംസിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെറുതായിട്ടൊന്ന് വരച്ച് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത സാധനം കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് റഫ് ചെയ്യുക. അതിനൊന്ന് നല്ല രീതിയിൽ കളർ ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങളുടെ സ്റ്റഡി ടൈമിലാണ്, എക്സാമിൻ്റെ തലേന്ന് ഇരുന്ന് കളർ ചെയ്യാനല്ല പറയുന്നത് കേട്ടോ. എക്സാമിൻ്റെ സമയത്ത് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. എക്സാമിന് മുൻപ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യുക, ചെറിയ ഡയഗ്രംസ് യൂസ് ചെയ്യുക, ചെറിയ
ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കുക. എന്നിട്ട് അതിൽ ഇങ്ങനെ ഡയഗ്രാംസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ഹോളിൽ നിന്ന് കറക്റ്റ് നിങ്ങൾക്ക് ഓർമ്മ വരും. ഇന്ന ബുക്കിൽ ഞാൻ ഈ സ്ഥലത്താണ് ഈ ഡയഗ്രാം വരച്ചിട്ടുള്ളത്, അതിൽ ഇന്ന പാർട്ടുകളാണ്. ചിലപ്പോൾ നമുക്കൊരു കാര്യം ഉണ്ടാവില്ലേ, പാർട്ടും ഡയഗ്രാം എല്ലാം മനസ്സിൽ കിട്ടും, ആ ഒരു സംഗതി മാത്രം എന്താണ് അതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അത് മാത്രം ആൻസർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളത് 100% ഷുവർ ആണ്. ലാസ്റ്റ് ആൻഡ് ദി ഫൈനൽ ടിപ്പാണ് സ്റ്റഡി കൺസിസ്റ്റന്റ് വിത്ത് എ റുട്ടീൻ എന്ന് പറയുന്നത്. ഒരു റുട്ടീന് വെച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. ഏതൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കൺസിസ്റ്റൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നിങ്ങൾ എക്സാമിൻ്റെ തലേന്നാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ദ വീഡിയോ. കാരണം എക്സാമിൻ്റെ തലേന്ന് ഈ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എക്സാമിന് കുറച്ച് മുൻപാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ വലിയ ടൈം എടുത്ത് പഠിക്കാതെ, അപ്പോൾ ഡെയിലി നിങ്ങൾ 2-3 മണിക്കൂർ എടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാതെ ചെറിയ സമയങ്ങളിലേക്ക് മാറ്റുക. 1 അവർ മാക്സിമം എടുക്കുക. എന്നിട്ട് അങ്ങനെ 7 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ 7 മണിക്കൂറാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഒരു മാസം മുഴുവൻ ചെയ്ത് കഴിഞ്ഞാൽ 30 മണിക്കൂറോളം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 30-31 ഡിപ്പെൻസ് ഓൺ മന്ത്. നിങ്ങൾക്ക് അത്രയും സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും എല്ലാം വാരി വലിച്ച് പഠിക്കാതെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഡെയിലി 1 അവറോ 1.5 മണിക്കൂറോ അല്ലെങ്കിൽ 1/2 മണിക്കൂറോ എത്രയാണെന്നുള്ളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യുക. ആ രീതിയിൽ പഠിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വളരെ ബേസിക് ആയിട്ടുള്ള 5 ടിപ്സുകളാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്ത് മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഓൾവേസ് റിമെമ്പർ, നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള സ്കോർ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്കും കാര്യങ്ങളും ഒക്കെ കിട്ടട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിൽ സീ വിത്ത് എ ന്യൂ വീഡിയോ. ബൈ.